അടുത്ത് നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് രണ്ട് തരത്തിൽ ചെയ്യാം. നമുക്ക് ഒന്ന് സ്മോളർ നമ്പർ ഫ്രം ലാർജ് നമ്പർ, അതായത് ലാർജ് മൈനസ് സ്മോൾ ചെയ്യാം നമുക്ക്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എക്സാമ്പിൾ 111 മൈനസ് 1010. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ചെയ്യണ മാതിരി ഇതിൻ്റെ ഈ സബ്ട്രാഹൻറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കും, അത് മിനിമൻ്റെ കൂടെ ആഡ് ചെയ്യും. അതാണ് ഇപ്പോൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് 0110 എന്നിട്ട് ഇതും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ക്യാരി 1 കിട്ടും, അതെന്ത് ചെയ്യും, ഒമിറ്റ് ചെയ്യും, അത് ബാക്കിയുള്ളതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് സ്മോൾ മൈനസ് ലാർജ്, അതായത് സ്മോളിൽ നിന്ന് ലാർജ് മൈനസ് ചെയ്യുന്നു. അങ്ങനെ വരികയാണെങ്കിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇവിടെ 1000 മൈനസ് 1010 എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക, വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക, +1 ചെയ്യാം. ഇവിടെയും വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് +1 ചെയ്തപ്പോൾ നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടി. അതുമാതിരി തന്നെ ഇവിടെയും ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0110 എന്ന് കിട്ടും. ഇതാണ് ടൂസ് കോംപ്ലിമെൻറ്റ് വരിക. ഓക്കെ, എന്നിട്ട് നമ്മളത് മിനിമൻ്റെ കൂടെ, ഇതാണ് നമ്മുടെ മിനിമൻ്റെ, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ക്യാരി ഒന്നും വന്നില്ല, അപ്പോൾ നമ്മൾ പിന്നെയും അതിന് ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച ശേഷം മൈനസ് ഇടണം. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് എന്താണ് വ്യത്യാസമുള്ളത്, 1, അതായത് ക്യാരി വന്നു കഴിഞ്ഞാൽ അത് ഒമിറ്റ് ചെയ്ത് കളയണം. അല്ലാണ്ട് ക്യാരി വന്നില്ലെങ്കിൽ പിന്നെയും ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ നെഗറ്റീവ് ആക്കിയിട്ട് ആൻസർ എഴുതണം. എന്നാലാണ് ആൻസർ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് BCD അഡീഷൻ. അപ്പോൾ നമ്മൾ BCD നമ്പേഴ്സ് രണ്ട് BCD നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബൈനറി അഡീഷനാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത് കണ്ടീഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ അതൊരു 4 ബിറ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സംഭവം 4 ബിറ്റ് <= 9 ആണെങ്കിൽ അത് വാലിഡ് BCD ആയിരിക്കും. മനസ്സിലായോ? അതായത് നമുക്ക് ഇപ്പോൾ 2 BCD നമ്പേഴ്സ് ആഡ് ചെയ്തു, അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള 4 ബിറ്റ് <= 9 ആണെങ്കിൽ അത് വാലിഡ് BCD ആയിരിക്കും. > 9 ആണെങ്കിൽ അത് ഇൻവാലിഡ് BCD ആയിരിക്കും. അപ്പോൾ ഇൻവാലിഡ് BCD വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 6 പിന്നെ ആഡ് ചെയ്യണം. അപ്പോൾ അതൊരു എക്സാമ്പിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. അപ്പോൾ സാധാരണ ഇങ്ങനൊരു അഡീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് അതായത് 43 + 35 ആണ് ഇതിൻ്റെ BCD അഡീഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, 4ൻ്റെ എഴുതുക, 3 എഴുതുക, 3 എഴുതുക, 5 എഴുതുക, അങ്ങനെ ആഡ് ചെയ്തിട്ട് സാധാരണ ബൈനറി അഡീഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രശ്നം വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാതും എന്തിൻ്റെ താഴെയാണ്, 9 9ൻ്റെ ഈക്വലോ അല്ലെങ്കിൽ 9ൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ അവിടെ പ്രശ്നമില്ല. വേറെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാവേ. അപ്പോൾ ഇവിടെ നോക്കിയേ, 75 + 35. അപ്പോൾ 75, ഇത് 3യുടെ, ഇത് 5ൻ്റെ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കൊടുത്തു, 1010 10 എന്ത് കിട്ടും, 9ൻ്റെ മേലെയാണ് എന്ത് കിട്ടുക, അപ്പോൾ ഇൻവാലിഡ് BCD ആയിരിക്കും അല്ലേ. അതായത് 10 എന്ന് പറയുന്നത് 9ൻ്റെ മേലെയാണല്ലോ, അപ്പോൾ ഇൻവാലിഡ് BCD ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6 വെച്ചിട്ട് ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ, 6 രണ്ടിടത്ത് വെച്ച് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ BCD അഡീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ 75 + 35 അല്ലേ, അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 110 ആണ് ശരിക്കും ആൻസർ വരുന്നുണ്ട്. അപ്പോൾ 110 ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇത് കറക്റ്റാണ് ആൻസർ വരിക. ഓക്കെ, ഇതുമാതിരി തന്നെ BCD സബ്ട്രാക്ഷനും കൂടി ഉണ്ട്. അത് നമുക്ക് 9's കോംപ്ലിമെൻറ്റ് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുമാതിരി സെയിം മെത്തേഡ് തന്നെ. ഇതാണ് നമുക്ക് 2 തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിൻ്റെ 9's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അതായത് ഇത് മിനിമൻറ്റും ഇത് സബ്ട്രാഹൻ്റ് ആണല്ലോ. അപ്പോൾ സബ്ട്രാഹൻറ്റിൻ്റെ 9's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ്, 9 9 മൈനസ് ചെയ്യുന്നതാണ് അതിൻ്റെ 9's കോംപ്ലിമെൻറ്റ്. എന്നിട്ട് ഇത് ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, മിനിമൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 321 + 987.6. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ആഡ് ചെയ്യേണ്ടതല്ല, ഇത് നമ്മൾ BCD വെച്ചിട്ട് ആഡ് ചെയ്യണം അല്ലേ. അതായത് 3 ഇവിടെ കൊടുക്കണം, അതായത് 987.6 321.0. നമ്മൾ സാധാ അഡീഷൻ അല്ല, BCD അഡീഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് 9ൻ്റെ മേലാണെങ്കിൽ അവിടെ 6 വെച്ച് ആഡ് ചെയ്യണം. അവസാനം ആൻസർ ഇങ്ങനെ എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ആ മെത്തേഡ് എന്ന് പറയുന്നത്.